നിങ്ങൾ ഷിൻലേഴ്സ് ലിസ്റ്റ് എന്നൊരു സിനിമ കണ്ടിരുന്നോ? ഓസ്കാർ ഷിൻലർ എന്നൊരാളുടെ കഥയാണ് ആ സിനിമ പറയുന്നത്. സ്വന്തം തൊഴിലാളികളായ നിരവധി ജൂതന്മാരെ നാസികളുടെ തോക്കിൻ കുഴലിൽ മുമ്പിൽ നിന്നും രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് നടത്തിയ ഒരു മനുഷ്യനായിരുന്നു ഓസ്കാർ ഷിൻലർ. ഹൃദയസ്പർശിയായ ഒരു കഥയാണ് സ്റ്റീവൻ സ്പിൽബർഗ് ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പിലെ കാഴ്ചകളും ദുരിത ജീവിതത്തിൻ്റെ യാതനാനിർഭരമായിട്ടുള്ള പല രംഗങ്ങളും ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമയിലുണ്ട്. തീർച്ചയായും ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ കണ്ടിട്ടില്ലാത്തവർ ആ ഒരൊറ്റ സിനിമയിലൂടെ രണ്ടാം ലോക മഹായുദ്ധകാലം എന്താണെന്നും ആ യുദ്ധകാലത്ത് ജൂത സമൂഹം അനുഭവിച്ച നരകയാതനകൾ എന്താണെന്നും മനസ്സിലാകും. കണ്ണീർ പൊഴിക്കാതെ നിങ്ങൾക്ക് ആ ചിത്രം കണ്ടു തീർക്കാൻ കഴിയില്ല. ഓസ്കാർ ഷിൻലർ ശരിക്കും നാസി പാർട്ടിയുടെ ഒരു അനുഭാവിയായിരുന്നു. നാസികളോട് വളരെ ആഭിമുഖ്യം കാണിക്കുന്ന ഒരു വ്യവസായി, എന്നാൽ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന, വേണമെങ്കിൽ ഒരു ആഭാസൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സമ്പന്നൻ. പല വ്യവസായങ്ങൾ നടത്തി പലതും പരാജയപ്പെട്ട ഒരാളാണ് ഓസ്കാർ ഷിൻലർ. എന്നാൽ യുദ്ധം വന്നപ്പോൾ പലരുടെ ജീവിതം തകർന്നപ്പോഴും ചില സമ്പന്നരുടെ ജീവിതം വളർന്നു. കാരണം യുദ്ധം അവസരങ്ങളാണ് നൽകുന്നത്. ആയുധങ്ങൾ നിർമ്മിക്കുന്നവർക്ക്, പട്ടാളത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്ക്, എന്തിനേറെ പട്ടാള യൂണിഫോമും പട്ടാള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവർക്ക് പോലും അനവധി സാധ്യതകൾ തുറന്നു കിട്ടി. അപ്പോൾ ഷിൻലർക്കും തോന്നി പട്ടാളത്തിനാവശ്യമുള്ള എന്തെങ്കിലും ഒന്ന് ഉൽപ്പാദിപ്പിക്കാം. പട്ടാള ക്യാമ്പിന് വേണ്ടി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിന് വേണ്ടി ആവശ്യമുള്ള എന്തെങ്കിലും ഒന്ന് ഉൽപ്പാദിപ്പിക്കാം. മുഴുവൻ ജൂതന്മാരെയും അടിമകളാക്കി മാറ്റിയ ജർമ്മൻ ആഘോഷ പാർട്ടിയിൽ പങ്കെടുക്കുകയാണ് ഷിൻലർ. കീശയിൽ നിറയെ കാശും കൊണ്ട് അയാൾ പാർട്ടിയിലേക്ക് ചെല്ലുന്നു. അവിടെയുള്ള എല്ലാവരെയും അയാൾ ആകർഷിക്കുന്നു. അവിടെ പട്ടാളത്തിലെ പല ഉദ്യോഗസ്ഥന്മാരുമുണ്ടായിരുന്നു. അവിടെയുള്ള ആംഡ് ഫോഴ്സ് ജനറലിന് അയാൾ മദ്യം വാങ്ങിക്കൊടുക്കുന്നു. പിന്നീട് അയാളുമായി സൗഹൃദം പങ്കിടുന്ന ഷിൻലർ തൻ്റെ ഫാക്ടറിക്കുള്ള അനുമതി നേടിയെടുക്കുന്നു. ജൂതന്മാർ വരിയായി തങ്ങളുടെ പരാതി പറയാൻ വേണ്ടി ഒരു ഓഫീസിന് മുമ്പിൽ നിൽക്കുകയാണ്. അതിനിടയിൽ കൂടി ജൂതനല്ലാത്ത ഷിൻലർ നടന്നു നീങ്ങുന്നു. അവിടെയുള്ള സ്റ്റർ എന്നയാളെയാണ് അയാൾക്ക് കാണേണ്ടത്. ജൂതന്മാർക്കിടയിൽപ്പെട്ട ഒരു അക്കൗണ്ടൻ്റ് ആണ്. അയാൾക്ക് ബ്ലാക്ക് മാർക്കറ്റുമായി വളരെയധികം ബന്ധമുണ്ട്. ജൂതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തൻ്റെ ഫാക്ടറിയിൽ ജോലികൾ നടത്താമെന്നും അതിനെല്ലാം തന്നെ സ്റ്റെറിനെ മുൻനിർത്താമെന്നും ഷിൻലർ തീരുമാനിക്കുന്നു. ജൂതന്മാരെ വീടുകളിൽ നിന്നും പിടിച്ചു കൊണ്ടുപോകുന്ന സമയമാണത്. കൊണ്ടുപോകുന്ന ജൂതന്മാരെ ഗെട്ടോയിൽ താമസിപ്പിക്കുകയും അവരെ ആവശ്യമില്ലെങ്കിൽ പിന്നീട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം അവിടെ ഉപേക്ഷിച്ചു പോവുകയാണ് അവർ. കഴിയുന്നത്രയും സാധനങ്ങൾ പെട്ടിയിൽ നിറക്കുന്നുണ്ടവർ. വരിയായി നടന്നു പോകുന്നവരിൽ വൃദ്ധരുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അതിനിടയിൽ ചിലർ ജൂതന്മാരെ കല്ലെറിഞ്ഞുകൊണ്ട് ആട്ടി ഓടിക്കുകയാണ്. അധ്വാനം ചെയ്യാൻ കഴിയുന്ന എസെൻഷ്യൽ വർക്കേഴ്സിനെ മാത്രമേ അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെ അപ്പോൾ തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും മറ്റും അയക്കുകയാണ്. എഴുത്തുകാർ, കലാകാരന്മാർ, അധ്യാപകർ എല്ലാവരും തന്നെ അവർ പിടിച്ചുകൊണ്ടുപോവുകയാണ്. പട്ടാളക്കാർ സ്റ്റെറിൻ്റെ വയസ്സായൊരു ഫ്രണ്ടിനെ ആവശ്യമില്ലാത്ത ജോലിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കുള്ള ക്യൂവിൽ നിർത്തുന്നു. ആ സമയത്താണ് സ്റ്റെർ അയാൾ ഒരു മെറ്റൽ പോളിഷറാണെന്ന് തെളിയിക്കുന്ന വ്യാജരേഖ ഉണ്ടാക്കുന്നതും അത് കാണിച്ചുകൊണ്ട് അയാളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നതും. പിന്നീട് അയാളെ ജോലിക്കായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. തന്നിൽപ്പെട്ട ജൂതന്മാരെ കൊല്ലാൻ കൊണ്ടുപോകുന്നത് സഹിക്കാതെ പലരെയും വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് അയാൾ ജോലിക്കായി എടുക്കുന്നത് തന്നെ. അങ്ങനെ ക്രാക്കോ എന്ന് പറയുന്ന പോളണ്ടിലെ നഗരത്തിൽ അയാൾ ചെറിയൊരു ഫാക്ടറി തുടങ്ങുന്നു. അതായത് അലുമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, പട്ടാള ക്യാമ്പുകളിലേക്ക് പാത്രങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഒരു ഫാക്ടറി. ആ ഫാക്ടറിയിൽ പണിയെടുക്കാനായി അവിടെ ഗെറ്റോകൾ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ നാസി പട്ടാളം. ഗെറ്റോകൾ എന്ന് പറഞ്ഞാൽ ഓരോ നഗരത്തിലും, ഓരോ യൂറോപ്യൻ നഗരത്തിലും അവിടെ താമസിച്ചിരുന്ന ജൂതന്മാരെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് നഗരത്തിൻ്റെ പ്രത്യേക ഭാഗം മതിൽ കെട്ടി തിരിച്ച് അതിനുള്ളിൽ പാർപ്പിക്കുക. അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല, അവിടേക്ക് മറ്റുള്ളവർ കടന്നു വരാനും കഴിയില്ല. അവിടെ പരിമിതമായ റേഷൻ ഭക്ഷണവും വസ്ത്രവും സൗകര്യങ്ങളും കൊണ്ട് ജീവിതം നരകയാതനയോടെ തീർക്കുക. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരം ജയില്. നഗരത്തിനൊരു ഭാഗം ആയിരക്കണക്കിന് ആളെ കുത്തി നിറച്ച് ദുരിത ജീവിതവും സമ്മാനിച്ച് താമസിപ്പിക്കുന്ന ഒരു ജയില്. അത്തരത്തിൽ ഗെട്ടോ ക്രാക്കോവിലുമുണ്ടായിരുന്നു.
ക്രാക്കോ എന്നത് പോളണ്ടിൻ്റെ സാംസ്കാരിക നഗരമാണ്. അതിലെ ഗെറ്റോയിൽ നിന്നും ഈ ഓസ്കാർ ഷിൻലർക്ക് ആവശ്യമുള്ള പണിക്കാരെ കൂലിയൊന്നും കൊടുക്കണ്ട, തടവുകാരെ പോലെയാണ് അവർ. അപ്പം നാസി ഗവൺമെൻറ്, നാസി പട്ടാള നേതൃത്വം ഷിൻലർക്ക് ആവശ്യമുള്ള പണിക്കാരെ ഇവിടുന്ന് കൊടുക്കും. അയാൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും, പട്ടാളത്തിന് വിൽക്കും, ലാഭം കിട്ടും, അയാളത് വാങ്ങി പോക്കറ്റിലിടും. പണിക്കാർക്ക് ഭക്ഷണമോ മറ്റോ കൊടുത്തെങ്കിലായി. അതിനിടയിൽ മിലിറ്ററിയിൽ നിന്നും തൻ്റെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാനുള്ള കരാറുകൾ ഷിൻലർ സ്വന്തമാക്കുന്നു. ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ കൂടി വരികയാണ്. അതിനനുസരിച്ചുള്ള തൊഴിലാളികളെയും ഷിൻലർ ഗെറ്റോയിൽ നിന്നും സംഘടിപ്പിക്കുന്നു. തൻ്റെ ഫാക്ടറിയിലെ ഒരു ജോലിക്കാരനായ ഒരു മെഷീനിസ്റ്റ് ഷിൻലറിനെ കാണാൻ ചെല്ലുന്നു. വയസ്സായ അയാൾക്ക് ഒരു കൈ ഇല്ല. തന്നെ അവർ കൊല്ലാൻ കൊണ്ടുപോവുകയായിരുന്നെന്നും നിങ്ങളാണ് രക്ഷിച്ചതെന്നും നിങ്ങളെ ദൈവം രക്ഷിക്കുമെന്നും ലോറൻസ് എന്നു പേരുള്ള അയാൾ ഷിൻലറിനോട് പറയുന്നു. എന്തിനു വേണ്ടിയാണ് അയാളെ ജോലിക്കെടുത്തതെന്ന് ഷിൻലർ സ്റ്റെറിനോട് ചോദിക്കുന്നുണ്ട്. പിറ്റേന്നൊരു ദിവസം ഫാക്ടറിയിലേക്ക് ജോലിക്കാർ വരുമ്പോൾ പട്ടാളത്തിൻ്റെ ഒരു വാഹനം വരികയും ആ വാഹനത്തിന് പോകാൻ വേണ്ടി അവിടെയുള്ള ഐസ് മാറ്റാൻ പറയുന്നു. ആ ഐസ് മാറ്റുന്നതിനിടയിലാണ് ലോറൻസിന് ഒരു കൈയില്ലാത്ത വിവരം ആ പട്ടാളക്കാർ ശ്രദ്ധിക്കുന്നത്. I work for Oskar Schindler. Essential worker. Look at the snow. Look at the snow. Look at the snow. ലോറൻസിനെ അപ്പോൾ തന്നെ പിടിച്ചുകൊണ്ടുപോയി ഒരു കൈയില്ലാത്ത മനുഷ്യനെ ഭൂമിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ തലയിൽ വെടിവെച്ച് കൊല്ലുന്നു. ഗെറ്റോയിലെ ജനങ്ങളോട് പട്ടാളക്കാർ മൃഗങ്ങളോട് പെരുമാറുന്ന പോലെയാണ് പെരുമാറിയത്. അവിടെയുള്ള മുതിർന്ന പട്ടാളക്കാരനായ ആമൻ എന്ന ഉദ്യോഗസ്ഥൻ ഒരു വിനോദം പോലെ രാവിലെ എഴുന്നേറ്റ് ഒരു തോക്കെടുത്ത് ഗെറ്റോയിലേക്ക് ചൂണ്ടി പലരെയും വെടിവെച്ച് കൊന്നുകൊണ്ടാണ് ഉന്നം പഠിക്കുന്നത്. ഫാക്ടറിയിലെത്തിയ പട്ടാളക്കാർ ഒരു ജോലിക്കാരനോട് ഹിഞ്ചസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പറയുന്നു. വളരെ പെർഫെക്റ്റായി അയാൾ തൻ്റെ ജോലി ചെയ്തു കാണിച്ചു കൊടുക്കുന്നു. രാവിലെ 6 മണി മുതൽ തുടങ്ങിയിട്ട് ആകെ ഇത്ര ഹിഞ്ച് മാത്രമാണോ നിങ്ങൾ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചുകൊണ്ട് അയാളെ അപ്പോൾ തന്നെ വെടിവെച്ചു കൊല്ലാൻ പോവുകയാണ്. Because the machines were being recalibrated this morning, I was put on. രാവിലെ മുതൽ മെഷീൻ കേടായതുകൊണ്ടാണ് ഹിഞ്ചസ് ഉണ്ടാക്കാൻ കഴിയാതിരുന്നതെന്ന് അയാൾ കരഞ്ഞു പറയുന്നു. വീണ്ടും വീണ്ടും വെടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോക്ക് പ്രവർത്തിക്കുന്നില്ല. അയാളുടെ ജീവൻ രക്ഷപ്പെടുന്നു. അതിനിടയിൽ പട്ടാൾക്കാരുടെ ഭക്ഷണം ആരോ മോഷ്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഗെറ്റോയിൽ ആൾക്കാരെ വരിവരിയായി നിർത്തുകയും ആദ്യമുള്ള ആളെ തന്നെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു. ആരാണ് അത് മോഷ്ടിച്ചതെന്ന് പറയാൻ പറയും. ആരാണിത് മോഷ്ടിച്ചതെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇതുപോലെ എല്ലാവരെയും വെടിവെക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി മുന്നോട്ട് വന്നുകൊണ്ട് ആ മരിച്ചു കിടക്കുന്ന ആളാണ് മോഷ്ടിച്ചതെന്ന് പറയുന്നു. ഷിൻലറിനെ കാണാൻ വേണ്ടി വ്യാജ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ വരുന്നു. തൻ്റെ രക്ഷിതാക്കൾ ഗെറ്റോയിലുണ്ടെന്നും അവരെ ജോലിക്കെടുക്കണമെന്നും ഷിൻലറിനോട് കേണപേക്ഷിക്കുന്നു. ആ സ്ത്രീയോട് വളരെ മോശമായി പെരുമാറിക്കൊണ്ടാണ് ഷിൻലർ പറഞ്ഞയക്കുന്നത്. ഷിൻലറുടെ ഫാക്ടറി ഒരു സ്വർഗമാണെന്നും നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നും ആ സ്ത്രീ പറയുന്നു. സാമ്പത്തിക ചിന്തകളിൽ മാത്രമായിരുന്ന ഷിൻലർ പക്ഷേ പിറ്റേന്ന് ആ 2 പേരെയും ജോലിക്കെടുക്കുന്നു. ദൂരെ നിന്നും ആ മകൾ അത് കാണുന്നു, സന്തോഷിക്കുന്നു. അങ്ങനെ നടന്നു വരവെയാണ് ക്രാക്കോവിലെ ഗെറ്റോയിൽ ജനനിബിഡമായപ്പോൾ ജൂതന്മാരുടെ എണ്ണം വല്ലാണ്ട് വർദ്ധിച്ചപ്പോൾ അവിടുന്ന് ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ തീരുമാനമായി. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പോയവരാരും തന്നെ പിന്നെ ജീവനോടെ തിരിച്ചു വന്ന് ഏതാനും വർഷങ്ങളുടെ ക്രൂരമായ പീഡനങ്ങളും കിരാതമായ തൊഴിലെടുപ്പിനും ശേഷം എല്ലും തോലുമായി ഒടുവിൽ വെടിയുണ്ടക്ക് ഇരയാവുകയാണ്. ഗ്യാസ് ചേമ്പറുകളിൽ ജീവിതം അവസാനിക്കുകയാണ് ഇവരുടെ വിധി. അങ്ങനെ 10,000-ങ്ങളാണ് ഓരോ ദിവസവും യൂറോപ്പിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. 2ാം ലോക മഹായുദ്ധം കഴിയുമ്പോഴേക്കും 60 ലക്ഷം ജൂതന്മാർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. അങ്ങനെ ഈ ജൂതന്മാരെ
ഒന്നൊന്നായി ട്രെയിനുകൾ കയറ്റി ചരക്ക് വാഹനങ്ങൾ കയറ്റി ഓസ്ട്രിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കുന്ന സമയത്ത് പല തൊഴിലാളികളും ഈ ഷിൻലറുടെ ഫാക്ടറിയിൽ ഇന്നലെ വൈകിട്ട് വരെ വന്ന പലരും ഇന്ന് വരാതായി. അന്വേഷിക്കുമ്പോൾ അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയതായി അറിയുന്നു. അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോഴേക്കും ഷിൻലറുടെ ഫാക്ടറിയിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. പണിക്കാരില്ലാതായി വരുന്നു. അത് ഷിൻലറിൽ ആശങ്കയുണ്ടാക്കി. മാത്രവുമല്ല, ഷിൻലറുടെ അസിസ്റ്റൻ്റായ മാനേജർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ പണിയെടുക്കുന്ന എല്ലാവരും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോവുകയാണ്. ഞങ്ങളും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പോകും. ഞാനും ഒരു ദിവസം പോകും. ആയിരക്കണക്കിന് ആൾക്കാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കുകയാണ്. ട്രെയിനിൽ കുത്തി നിറച്ചു കൊണ്ടുപോവുകയാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ളതെല്ലാം അവിടെ തന്നെ ഉപേക്ഷിക്കാൻ പറയുന്നു. മറ്റൊരു ട്രെയിനിൽ അത് അയക്കുമെന്നാണ് അവരോട് പറയുന്നത്. അപ്പോഴാണ് ഷിൻലർ തൻ്റെ അക്കൗണ്ടന്റ് സ്റ്റെറും ആ കൂട്ടത്തിൽ പെട്ടുപോയ കാര്യം അറിയുന്നത്. ഷിൻലർ അവിടെ എത്തുകയും 2 പട്ടാളക്കാർക്ക് കൈക്കൂലി ഓഫർ ചെയ്തുകൊണ്ട് സ്റ്റെറിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നു. ഏതോ ഒരു വാഗൻ്റെ അകത്ത് സ്റ്റെർ ഉണ്ടെന്നറിയാം. സ്റ്റെറിൻ്റെ പേര് വിളിച്ചുകൊണ്ട് അവർ 3 പേരും ഓടുന്നു. സ്റ്റെർ അത് കേൾക്കുന്നു. ട്രെയിൻ നിർത്തിക്കുന്നു. സ്റ്റെർ പുറത്തിറങ്ങുന്നു. തൻ്റെ വർക്ക് ID വീട്ടിൽ വെച്ച് മറന്നുപോയതുകൊണ്ടാണ് താൻ ഈ ലിസ്റ്റിൽ പെട്ടുപോയതെന്ന് സ്റ്റെർ പറയുന്നു. ഈ സമയം ട്രെയിനിൽ കയറ്റി അയച്ച ജൂതന്മാരുടെ പെട്ടികൾ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. അതിനകത്തുള്ള വിലപിടിപ്പുള്ളതെല്ലാം തന്നെ അവർ ശേഖരിച്ചു വയ്ക്കുകയാണ്. താൽക്കാലികമായി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിൽ ചില അപാകതകളുണ്ടെന്ന് ജൂതന്മാർക്കിടയിലെ ഒരു എഞ്ചിനീയർ വിളിച്ചു പറയുന്നു. സിവിൽ എഞ്ചിനീയറായ ആ സ്ത്രീ ആമനോട് വന്നുകൊണ്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ തന്നെ ആമൻ അവളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുന്നു. താൻ തൻ്റെ ജോലിയാണ് ചെയ്തതെന്ന് ആ എഞ്ചിനീയർ പറയുന്നു. അവിടെ വെച്ചുകൊണ്ട് തന്നെ അവളുടെ തലയിൽ വെടിവെച്ചു കൊല്ലുന്നു. വീടുകളിൽ കയറി ബാക്കിയുള്ളവരെല്ലാം തന്നെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോവുകയാണ്. വീടിൻ്റെ അടിയിലും കനാലുകളിലും വരെ അവർ ഒളിച്ചിരുന്നു. വരാൻ വിസമ്മതിക്കുന്നവരെ അപ്പോൾ അവിടെ വെച്ച് തന്നെ വെടിവെച്ചു കൊല്ലുന്നു. പട്ടാളക്കാരിൽ നിന്നും രക്ഷപ്പെട്ട് വീടുകളിലിരിക്കുന്ന ആൾക്കാരെ പട്ടാളക്കാർ രാത്രി വന്നുകൊണ്ട് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ആമൻ്റെ ബാത്ത് ടബ് വൃത്തിയാക്കുന്ന ഒരു പയ്യൻ എത്ര ശ്രമിച്ചിട്ടും തനിക്ക് വൃത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. താൻ ക്ഷമിച്ചിരിക്കുന്നുവെന്നും പോയിക്കൊള്ളാൻ വേണ്ടി ആമൻ ആ പയ്യനോട് പറയുന്നു. ആ സ്ഥലത്തു നിന്നും നടന്നു നീങ്ങുന്ന പയ്യനെ ദൂരെ നിന്നുകൊണ്ട് ആമൻ വെടിവെച്ചു കൊല്ലുന്നു. ഇതിനിടയിൽ ഗെട്ടോയിൽ താമസിക്കുന്നവർക്കിടയിൽ ഗ്യാസ് ചേംബർ കൊലകളെക്കുറിച്ച് വാർത്തകൾ പരക്കുന്നു. കൊണ്ടുപോകുന്നവരെല്ലാം തന്നെ നല്ല സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് ചിലർ കരുതിയിരുന്നത്. വയസ്സായവരെയും ജോലി ചെയ്യാൻ കഴിയാത്തവരെയും കോൺസെൻട്രേഷൻ ക്യാമ്പിനു വേണ്ടി സെലക്ട് ചെയ്യുകയാണ്. എല്ലാവരെയും പൂർണ്ണ നഗ്നരാക്കി ഒരു റൗണ്ട് ഓടിപ്പിക്കുകയാണ്. പ്രായം തോന്നിക്കാതിരിക്കാൻ വേണ്ടി ചില സ്ത്രീകൾ സ്വന്തം കൈ മുറിച്ച് രക്തം കൊണ്ട് മുഖത്ത് ചുവപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗെട്ടോയിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളെയും അവർ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കായി കൊണ്ടുപോകുന്നു. ട്രെയിനിൽ കുത്തി നിറച്ചു കൊണ്ടുപോകുന്നവർ ഒരുറ്റു വെള്ളത്തിനു വേണ്ടി കീഴുകയാണ്. ഈ സമയം അവിടെയുണ്ടായിരുന്ന ഷിൻലർ ഒരു പൈപ്പ് എടുത്തുകൊണ്ട് എല്ലാ ബോഗികളിലേക്കും വെള്ളമടിക്കാൻ പറയുന്നു. അത് ജൂതന്മാരോട് ചെയ്യുന്ന ക്രൂരതയാണെന്നാണ് ബാക്കിയുള്ളവർ കരുതുന്നത്. പക്ഷേ അതിനകത്തുള്ളവർ ആ വെള്ളം കുടിച്ചുകൊണ്ട് ദാഹം മാറ്റുകയാണ്. അപ്പോഴാണ് ഷിൻലർക്ക് ചെറിയൊരു തോന്നൽ. എൻ്റെ സ്ഥാപനത്തിലെ തൊഴിലാളികളായ സ്കിൽഡ് ലേബേഴ്സിനെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കുന്നതിൽ നിന്നും ഒഴിവാക്കി തരണം. അതിനയാൾ പട്ടാളക്കാരെ സമീപിച്ചു. പട്ടാള നേതൃത്വത്തെ സമീപിച്ചു. ഏതാനും പേരെയൊക്കെ ആദ്യം ഒഴിവാക്കി കൊടുത്തു. പിന്നെ ആവശ്യപ്പെടുമ്പോൾ അവർ കൈക്കൂലി ആവശ്യപ്പെടാൻ തുടങ്ങി. ക്രമേണ പണം നൽകി തൻ്റെ തൊഴിലാളികളായ ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി തുടങ്ങി. പിന്നെ ഓരോ ജീവിതവും മരണത്തിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ അതിൽ നിന്നും ഒരു ലഹരി ഈ ഓസ്കാർ ഷിൻലർ കണ്ടെത്തി തുടങ്ങി. തൻ്റെ സർവ്വ സമ്പാദ്യവും കൊടുത്ത് പട്ടാളക്കാരെ പ്രീതിപ്പെടുത്തി തൻ്റെ തൊഴിലാളികളെ സംരക്ഷിച്ചു തുടങ്ങി. അങ്ങനെ 1000-ലേറെ പേരെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി രക്ഷപ്പെടുത്തേണ്ടവരെ
ഒഴിവാക്കേണ്ടവരെ, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റ് ഷിൻലർ തയ്യാറാക്കി. ഓരോ പേരിനും അയാൾ വലിയ തുക കൊടുക്കേണ്ടി വന്നു. ആ ലിസ്റ്റാണ് ലോകപ്രസിദ്ധമായ ഷിൻലേഴ്സ് ലിസ്റ്റ്. നാസികളുടെ ഹോളോകോസ്റ്റിൽ നിന്നും അവരുടെ ജീവൻ രക്ഷിക്കുകയാണ് ഈ ലിസ്റ്റിലൂടെ ഷിൻലർ ചെയ്യുന്നത്. Hillman Edward, Erna Rotberg, Zuckerman Jotti. ഈ ലിസ്റ്റിൽപ്പെട്ടവരെ ഷിൻലർ ചെക്കോസ്ലാവേക്കയിലെ തൻ്റെ ജന്മനഗരത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നു. പുരുഷന്മാരെയും സ്ത്രീകളെയും 2 ട്രെയിനുകളിലായി അയക്കുകയാണ് അങ്ങോട്ട്. പുരുഷന്മാരുടെ സംഘം അവിടെ എത്തിച്ചേരുന്നു. You'll be pleased with the level of efficiency I get from these workers. പക്ഷേ സ്ത്രീകളുടെ സംഘം തലം മാറിക്കൊണ്ട് മറ്റൊരിടത്തിറങ്ങുന്നു. സാധാരണ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കുന്ന പോലെ അവരെ കൊണ്ടുപോകുന്നു. അവരുടെ മുടി മുറിച്ചു മാറ്റുന്നു. അവിടെയും കൈക്കൂലി കൊടുത്തുകൊണ്ട് ആ സ്ത്രീകളെ രക്ഷിക്കുന്നു. പക്ഷേ കുട്ടികളെ വിടാൻ അവിടെയുള്ളവർ തയ്യാറാകുന്നില്ല. ാണ് തനിക്ക് ജോലി ചെയ്യാൻ ചെറിയ വിരലുകളുള്ള കുട്ടികളെയും ആവശ്യമുണ്ടെന്ന് അവരെ ബോധിപ്പിച്ചുകൊണ്ട് ആ കുട്ടികളെയും അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ കുറേയേറെ ആളെ അയാൾ രക്ഷപ്പെടുത്തി. കുറേയേറെ ആളുകൾ ജീവിതം തിരിച്ചു കിട്ടി. ഇയാളുടെ ഫാക്ടറിയിൽ തൊഴിലെടുത്തു. ഒടുവിൽ യുദ്ധം അവസാനിച്ചു. നാസികളുടെ പ്രിയങ്കരൻ എന്ന പേരിൽ ഷിൻലറും പിടിക്കപ്പെടുമെന്ന അവസ്ഥയായി. ഒടുവിൽ ഷിൻലർ നാടുവിട്ടു പോകാൻ ഒരുങ്ങുകയായി. തൻ്റെ ഈ രക്ഷപ്പെടുത്തപ്പെട്ട ജൂതന്മാരെ എല്ലാവരും വിളിച്ചുകൂട്ടി. അവരെല്ലാവരും ചേർന്ന് ഷിൻലറോട് നന്ദി പറയുന്നൊരു നിമിഷമുണ്ട് ആ കഥയിൽ. ഈ ഷിൻലർക്കും യുദ്ധാവസാനം എത്തുമ്പോഴേക്കും തൻ്റെ കയ്യിൽ ഒന്നും അവശേഷിച്ചിരുന്നില്ല. കാരണം തൻ്റെ കയ്യിലുള്ള ഓരോ ചില്ലിക്കാശെടുത്തും ഓരോ ജീവിതങ്ങൾ രക്ഷപ്പെടുത്തുകയായിരുന്നു ഷിൻലർ. ഈ ജൂതന്മാരുടെ കയ്യിലും ഒന്നുമില്ല. ഗട്ടോകളിൽ ദാരിദ്ര്യത്തിൻ്റെ പരകോടിയിലാണ് അവർ ജീവിക്കുന്നത്. ഒടുവിൽ ഇവർ ചിലരുടെ അടർന്നു പോയ പല്ല്, തുള വീണ പല്ല്, അക്കാലത്ത് അടച്ചിരുന്നത് അല്ലെങ്കിൽ കൃത്രിമ പല്ലായി വെച്ചിരുന്നത് സ്വർണം കെട്ടിയിട്ടായിരുന്നു. ചിലരുടെ വായിൽ അവശേഷിച്ചിരുന്ന ഈ സ്വർണം കെട്ടിയ പല്ലുകൾ പറിച്ചെടുത്ത് അതിലെ സ്വർണം ഉരുക്കിയെടുത്ത് അതുകൊണ്ടൊരു ചെറിയ സ്വർണ്ണമോതിരമുണ്ടാക്കി ഷിൻലർക്ക് സമ്മാനമായി നൽകുന്നു. തൻ്റെ കയ്യിൽ ഇനിയും പണമുണ്ടായിരുന്നെങ്കിൽ ഇനിയും ജീവൻ തനിക്ക് രക്ഷിക്കാനാകുമായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഷിൻലർ പൊട്ടിക്കരയുന്നു. ആ കാണുന്ന കാറ് കണ്ടോ, അത് വിറ്റിരുന്നെങ്കിൽ എനിക്ക് 10 ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഈ കാണുന്ന വാച്ച് വിറ്റിരുന്നെങ്കിൽ എനിക്ക് 4 പേരെ രക്ഷിക്കാമായിരുന്നു. ഈ കാണുന്ന ബാഡ്ജ് ഉണ്ടെങ്കിൽ 2 പേർ. അങ്ങനെ താങ്കൾ ഒരു തലമുറയെ തന്നെയാണ് രക്ഷിച്ചതെന്ന് സ്റ്റർ ഷിൻലറിനോട് പറയുന്നു. ഷിൻലറിനെ യുദ്ധ തടവുകാരനായി പിടിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ ജോലിക്കാരും ഒപ്പുവെച്ച ഒരു കത്ത് ഷിൻലറിന് കൈമാറുന്നു. 1200-ലധികം മനുഷ്യജീവനുകൾ രക്ഷിച്ച ഷിൻലർ അവിടെ നിന്നും പോവുകയാണ്. ആ മോതിരം സ്വീകരിച്ചുകൊണ്ട് ഇരുട്ടിലൂടെ നടന്നകലുന്ന ഷിൻലറിലാണ് ആ സിനിമ അവസാനിക്കുന്നത്. ആമണിനെ പോലെയുള്ള പട്ടാളക്കാരെ തൂക്കിക്കൊല്ലുന്നു. ഒടുവിൽ ഷിൻലർ മരിക്കുന്നു. ഷിൻലറിൻ്റെ കല്ലറയിൽ ഷിൻലർ രക്ഷപ്പെടുത്തിയ അവരുടെ പിന്മുറക്കാരായ ജൂതന്മാരുടെ ഒരു വലിയൊരു സംഘം ആചാരമർപ്പിക്കുന്നിടത്താണ് സിനിമയുടെ അവസാന ഭാഗത്ത് നാം കാണുന്നത്. മനുഷ്യനോട് കാട്ടിയ ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു ജൂതന്മാരോട് കാണിച്ചത്.